ഗസയിലെ വെടിനിർത്തൽ ഒരു സ്വപ്നം മാത്രമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇന്നലെ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ വരുമെന്ന് എല്ലാവരും വിചാരിച്ചു. കുറേ ആളുകൾ ആ രീതിയിലൊരു ശുഭപ്രതീക്ഷയിൽ വെച്ചിരുന്ന ആളുകളായിരുന്നു. എങ്കിലും നെതന്യാഹു ഒരു രീതിയിലും ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതായത് ഗസയിലെ വെടിനിർത്തൽ സംഭവിക്കാൻ പോകുന്നില്ല തൽക്കാലത്തേക്ക്. ഇനിയും അവിടെ വെടി തുടരും. അതുപോലെ തന്നെ ഗസ നിവാസികൾക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല എയ്ഡുകളും മുമ്പേ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടെ സംയുക്തമായിട്ട് അവിടേക്കുള്ള ഭക്ഷണ സപ്ലൈ, മെഡിക്കൽ സപ്ലൈ കൊടുത്തിരുന്നത്. അത് കൊടുക്കുന്നതിൻ്റെ പകുതിയിൽ കുറവായിരുന്നു കൊടുത്തിരുന്നത്. ഇനി ആ ഒരു എയ്ഡ് പോലും അവിടെ നിന്ന് മാറ്റി കംപ്ലീറ്റ് റഫേലോട്ട് ചേഞ്ച് ചെയ്തിരിക്കും. റഫേൽ മാത്രമേ ഇനി ഈ പറഞ്ഞ ഒരു ഭക്ഷണ വിതരണവും അതല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളുടെ വിതരണം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഗസ നിവാസികൾ റഫേലോട്ട് വന്ന് അത് ചെയ്യാം, റഫേലോട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാം. അവിടുന്ന് മറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണോ അവരെ അക്സെപ്റ്റ് ചെയ്യുക അത്തരത്തിലുള്ള രാജ്യത്തിലോട്ട് മാറ്റിക്കുക. ഗസ അവരെ ഒഴിപ്പിച്ചിരിക്കും. പണ്ട് തുടക്കത്തിൽ ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും പറഞ്ഞിരുന്നൊരു പ്ലാനായിരുന്നു, ഗസ ഞങ്ങൾ ഒഴിപ്പിച്ചിരിക്കും, ഗസ ഇനി വരും തലമുറക്ക് വേണ്ടിയിട്ട് ഒരു പാരഡൈസ് ആക്കി മാറ്റിയിരിക്കും, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കും. അതായത് നെതന്യാഹുവിനും ട്രംപിനും അതൊരു വാണിജ്യ മേഖലയായിട്ട് അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്നലെ നടന്ന ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി അത് ഏകദേശം വ്യക്തമാവുന്നുണ്ട്. ഇനിയും ഈ പറഞ്ഞ ഗസ നിവാസികൾ ഗസയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജിനോസൈഡ് നടന്നുകൊണ്ടിരിക്കും, വംശഹത്യ നടന്നുകൊണ്ടിരിക്കും. 20-21 ലക്ഷം ആളുകളാണ് ബാക്കിയുള്ളത്. ബാക്കി കുറേ പേരെ നമ്മൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇനിയും പട്ടിണിയായിട്ടും, കാരണം അവിടേക്കുള്ള ഫുഡും മറ്റു കാര്യങ്ങളും അവിടേക്കുള്ള സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ് റഫേലോട്ട് ചേഞ്ച് ചെയ്യുന്ന അവിടെ നിൽക്കുന്ന ആളുകൾ പട്ടിണി കിടന്ന് മരിക്കും. ബാക്കിയുള്ളവരെ ഞങ്ങൾ വെടിവെച്ചു കൊള്ളും. ഇതാണ് നമ്മുടെ നെതന്യാഹുവിൻ്റെ മനസ്സിൽ, അതല്ലെങ്കിൽ ഇസ്രായേലി പട്ടാളത്തിൻ്റെ IDF-ന്റെ മനസ്സിലുള്ള പദ്ധതി ഇന്നലെ വ്യക്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഒരു വെടിനിർത്തൽ സാധ്യത ഉണ്ടാവും എന്ന് പലരും പറഞ്ഞെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ട്രംപ് ഒരു സമാധാനത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഒരു നൊബേൽ സമ്മാനത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് പുള്ളി ഏത് വിധേനയും ഗസയിലോട്ട് ഒരു വെടിനിർത്തൽ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പലരും ഉണ്ടായിരുന്നത്. ഏതായാലും അതിലോട്ട് ഈ കാര്യങ്ങളൊന്നും എത്തുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, എന്തൊക്കെ എയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഓൺലി ഇൻ റഫ ആയിരിക്കും. അപ്പോൾ റഫയിലോട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരെയും കൂടെ നിർത്തി അവിടെ നിന്ന് ഇത് കൊടുത്ത് ബാക്കിയുള്ളവരെ അവിടെ തീർക്കുക, അതല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഗസയിൽ കൊന്നു തീർക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. അപ്പം നമ്മൾ ഇന്ത്യ ആണെങ്കിലും, ഇന്ത്യ അടക്കം ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളും ഇതൊന്നും കണ്ടില്ല എന്നടിക്കുന്ന ഒരവസ്ഥയിലൂടെ പോകുന്നത്. ഇനി കണ്ടെന്ന് നടിച്ച രാജ്യങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്രായേലിൻ്റെ കൂടെ കൂടി നമ്മുടെ ട്രംപ് അണ്ണനും കൂടെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ സൗദിയിലോട്ട് ട്രംപ് വന്ന സമയത്ത്, അതായത് ലോക അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്ത സമയത്ത് എല്ലാ രീതിയിലുള്ള ഉറപ്പ് നൽകി പലസ്തീൻ എന്ന രാജ്യം ഉറപ്പാക്കുമെന്നുള്ള രീതിയിലായിരുന്നു അന്ന് അവിടുന്ന് ട്രംപ് പോയതും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അതായത് സൽമാൻ രാജാവ് നമ്മുടെ MBS ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ ഒരു ഉറപ്പ് ട്രംപിന് കൊടുക്കുന്നു, ട്രംപ് തിരിച്ച് ഉറപ്പ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതോടുകൂടി എല്ലാവരും പ്രതീക്ഷിച്ചു പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു സെപ്പറേറ്റ് രാജ്യം ഉണ്ടാവാൻ പോവാണ്. അതിൽ സെപ്പറേറ്റ് അല്ല, പണ്ടുണ്ടായിരുന്ന രാജ്യം ഇസ്രായേൽ വീണ്ടും അവർ വിട്ടുകൊടുത്ത് അത് രാജ്യമായിട്ട് മാറും, അവിടുത്തെ സമാധാനം വരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഒരു അറബ് രാജ്യങ്ങൾക്കും സ്വന്തം കാര്യമല്ലാണ്ട് ഈ പറഞ്ഞ മറ്റൊരു രാജ്യത്തെ ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ അവരുടെ സഹോദര രാജ്യമായിട്ടുള്ള ഗസയിൽ അനുഭവിക്കുന്ന ആളുകളുടെ വേദനയും കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം സൗദിക്ക് അങ്ങോട്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അമേരിക്കൻ്റെ സൈഡിൽ നിന്ന്. തിരിച്ച് അമേരിക്കയിലേക്കും സൗദിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ യു എയിലും ഖത്തറിലും ഓൾറെഡി ട്രംപിൻ്റെ ഇഷ്ടം പോലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുണ്ട്, ഓൾറെഡി ഓൺഗോയിങ് ആണ്, കുറേ ആയതുണ്ട്. നമുക്കറിയാം അവിടെയുള്ള എല്ലാവർക്കും അറിയാം ട്രംപിൻ്റെ കമ്പനികൾ ഏതൊക്കെയാണ് യു എയിലൊക്കെ ഉള്ളത്, ഖത്തറിലൊക്കെ ഉള്ളത്. അപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വെറുതെ ഒരു ആളുകളെ തമ്മിൽ ആയി പറയാനും കണ്ണടയ്ക്കാനും ചുമ്മാ ഇളിച്ചു കാട്ടാനും പിന്നെ ഞാൻ തുടക്കത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഇമോഷൻസ് വാരി വിതറാനും മാത്രമുള്ള പേരിലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇനി ഗസക്കൊരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഗസയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ചാൻസും ഇപ്പം കഴിഞ്ഞ ഒരു മീറ്റിങ്ങുകളിലും കൂടിക്കാഴ്ചകളിലും നടന്നിട്ടില്ല. ഇനി അത് മാത്രമല്ല, നെതന്യാഹു പറഞ്ഞ കണക്കിലാണെങ്കിൽ ഈ പറഞ്ഞ ഗസ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റും. പക്ഷേ എല്ലാ കൺട്രോളും, അങ്ങോട്ടുള്ള കംപ്ലീറ്റ് കൺട്രോളും ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. അവിടുത്തെ സൈന്യം അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സപ്ലൈസും ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും എന്ന് ഒരു കാര്യം ഇന്നലെ നെതന്യാഹു പറയേണ്ടായി. അതിന് തിരിച്ച്
ഒരു ചോദ്യം, അതിന് തിരിച്ചൊരു ചോദ്യം പത്രക്കാരുടെ സൈഡിൽ നിന്ന് വന്ന സമയത്ത് അപ്പോൾ പിന്നെ അതൊരു സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പരമാധികാരമുള്ള സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് ആക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അതിന് മറുപടി ഒന്നും നമ്മുടെ നെതന്യാഹുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അവർ സ്റ്റേറ്റ് ആയിട്ടിരിക്കും, ഞങ്ങൾ തന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, അവിടെ ആര് നിൽക്കണം ആര് ജീവിക്കണം. കാരണം ഇപ്പോഴും ഞങ്ങൾ പേടിക്കുന്നുണ്ട്, പണ്ട് ഹിറ്റ്ലർ ചെയ്ത പോലെ ഞങ്ങൾ ഒരു വംശനാശം നേരിടേണ്ട അവസ്ഥയിലോട്ട് വരുമോ, അതായത് ജൂതന്മാരെ വംശഹത്യ ചെയ്യുമോ എന്നുള്ള പേടി എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോഴും നെതന്യാഹു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഇറാൻ്റെ മേലെ ആക്രമിക്കാൻ ചെന്ന സമയത്തും ഞങ്ങൾക്ക് ഭാവിയിലോട്ട് ഒരു ത്രെട്ടാണ് ഇറാൻ എന്നുള്ള പേടി ഉള്ളത് കൊണ്ടാണ് ആക്രമിച്ചത്. ഇപ്പം ഗസയുടെ കാര്യം, കയ്യിലൊന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളുടെ കാര്യം നെതന്യാഹു പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ഹത്യ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പേടിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഗസക്കുള്ള ഒരു അധികാരങ്ങളും കൊടുക്കില്ല, ഒരു സ്റ്റേറ്റ് ആക്കി ഗസനെ മാറ്റില്ല, അങ്ങോട്ടുള്ള കംപ്ലീറ്റ് കൺട്രോൾ ഞങ്ങളുടെ കയ്യിലായിരിക്കും. ഇത് ഗസ നിവാസികൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്കറിയാം ഗസ നിവാസികൾ അവർ സ്വന്തം മരിച്ചു തീർന്നു കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിന്, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ രാജ്യം വേണം എന്ന് തന്നെ അവർ പിടിച്ചിരിക്കും. അവരവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഒരു രാജ്യത്തോട്ടും അവർ പോകാനും പോകുന്നില്ല, അവിടെ കിടന്ന് മരിച്ചു തീരട്ടെ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന കുറേ പട്ടിണി പാവങ്ങൾ, 10-20 ലക്ഷം പട്ടിണി പാവങ്ങളാണ് ഗസയിലുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഇതോടുകൂടി ഇപ്പോൾ തൽക്കാലത്തേക്ക് നിൽക്കുകയാണ്. ഇനിയും വെടി തുടർന്നുകൊണ്ടിരിക്കും, ദിവസവും ഫുഡ് വാങ്ങാൻ വരുന്ന ആളുകളെ കൊന്നുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘികളും എച്ചിലുകളും മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഇപ്പോഴും ഇതൊരു കളിയായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇസ്ലാം മതത്തോടുള്ള വിരോധം മൂത്തിട്ട് അതിനെ മറ്റൊരു രീതിയിലോട്ട് ഹ്യൂമാനിറ്റേറിയൻ ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ചിന്തകളും ഇല്ലാണ്ട് ചിന്തിക്കുന്ന കുറേ മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയാം. മലയാളികൾ എന്ന് വേണം നമുക്ക് പറയാം. അത് കൂട്ടി അല്ലെങ്കിൽ അക്ഷരം മാറ്റിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ ഗസ, ഇസ്രായേൽ, അമേരിക്ക ഇവരുടെ തമ്മിലുള്ള ഒരു ഡിസ്കഷൻസും അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതീക്ഷയും ഇതിലൊന്നും ആരും വെക്കേണ്ട കാര്യമില്ല. ഇതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിൽ ഇനിയും ഇത് ഭയങ്കരമായിട്ട് ഗസയിലോട്ട് ആക്രമിച്ച് ഈ പറഞ്ഞ ഇസ്രായേൽ പോവുകയാണെങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും വീണ്ടും യുദ്ധത്തിനിറങ്ങും. ഇറാൻ യുദ്ധത്തിനിറങ്ങും, തിരിച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും. ഈ ഒരു കാര്യം കൂടെ മുന്നോട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ, അങ്ങനെ യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ നാശം തന്നെ ആയിരിക്കും. ഇറാൻ ആ രീതിയിൽ ഇനിയും യുദ്ധത്തിന്, അതല്ലെങ്കിൽ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇറാൻ കയ്യിൽ എന്താ പറയുക, അവർ മാറ്റി വെച്ചിട്ടുള്ള ആണവോർജ്ജം ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. ഇതുവരെ അമേരിക്കക്കോ അല്ലെങ്കിൽ ആർക്കോ അത് പിടിക്കാനോ അത് മാറ്റാനോ അത് പൊട്ടിത്തെറിപ്പിക്കാനോ പറ്റിയിട്ടില്ല. ആ ഒരു കാര്യം കൂടെ ഇറാൻ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മുന്നോട്ട് തുടരുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം പോലും ലോകത്തില്ലാത്ത രീതിയിലോട്ട് മാറ്റാൻ ഇറാന് പറ്റും. അവരുടെ ആണവായുധ ശേഖരം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. ഇനി അങ്ങനെയൊക്കെ വരൂല എന്നുള്ളത് കണ്ടു തന്നെ അറിയണം നമുക്ക്.